ഹായ് ഒരുവൻ, എല്ലാവർക്കും നമ്മുടെ ടെക്നി ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി ടെക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഈ ഒരു ഐറ്റം എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, കോൺടാക്ട് ചെയ്തിട്ടുള്ള ഒരു വോൾട്ടേജ് ടെസ്റ്ററാണ്. എന്നാൽ ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ടൈപ്പ് നോൺ കോൺടാക്റ്റ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ടെസ്റ്റാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണ് ഒരു ഐറ്റം. ആകെ ഒരു കുറച്ച് 5-6 ഐറ്റം മാത്രം മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് ചിലവ് കുറഞ്ഞിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതാണ് ഐറ്റം. നമ്മൾ വോൾട്ടേജ് ഉള്ള ഏരിയാസിലേക്കൊക്കെ ഇത് കൊണ്ടുപോകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ LED ബ്ലിങ്ക് ചെയ്യും, അതുപോലെ ബസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളെ നമുക്ക് അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ ആകുമ്പോൾ കാലത്തൊക്കെ നമ്മൾ യൂസ് ചെയ്തായിരുന്ന ടെസ്റ്ററിനെ അപേക്ഷിച്ചിട്ട് ഇതിന് 2 ഉപയോഗമുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ടെസ്റ്റർ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഓണാക്കി നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇതിൽ കറണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ കാണിക്കും, ഒരു ഇൻഡിക്കേഷൻ കാണിക്കും. അത് മാത്രമേ ഈ ഒരു ടെസ്റ്ററിനെ കൊണ്ട് പറ്റൂ. ഇപ്പോൾ നമ്മളൊരു വയർ എടുത്തു, ഇപ്പോൾ ഇതിൽ കൂടെ കറണ്ട് പോകുന്നത് എങ്ങനെ അറിയാൻ പറ്റുമോ? ഇല്ല, ഇത് പൊളിച്ച് കഴിഞ്ഞ് നമ്മളതൊന്ന് കുത്തി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. എന്നാൽ അതേസമയം നമ്മുടെ ഈ ഒരു ടെസ്റ്റർ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് നമുക്ക് 2 ഉപയോഗമുണ്ട്. നോൺ കോൺടാക്റ്റ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ഡിറ്റക്ടർ നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് ഇത്രയൊക്കെ ആവശ്യങ്ങളാണ് ഉള്ളത്. ഇതിൽ എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു 9 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി, അതേപോലെ തന്നെ മെയിനായിട്ട് വരുന്നത് 3 BC547ൻ്റെ 3 ട്രാൻസിസ്റ്ററാണ്. അതേപോലെ ഒരു 1K റെസിസ്റ്ററാണ്. റെസിസ്റ്ററിൻ്റെ വാല്യൂയൊക്കെ നോക്കാനായിട്ട് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ ഒരു LED, പിന്നെ നമുക്ക് ആവശ്യം വരുന്നത് ഈ LED മാത്രമായിട്ട് വയ്ക്കാം, അതുപോലെ ബസർ മാത്രമായിട്ട് വയ്ക്കാം, അങ്ങനെ രണ്ടും കൂടിയും നമുക്ക് വയ്ക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ ബാറ്ററി കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കണക്ടറാണ്. പിന്നെ നമുക്ക് ഏറ്റവും അവസാനം ആവശ്യം വരുന്നത് ഒരു കോയിലാണ് ആവശ്യം വരുന്നത്. ഈ കോയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ TV ഒക്കെ നന്നാക്കുന്ന കടയുണ്ടല്ലോ, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ കോയിൽ കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ പഴയ എന്തെങ്കിലും TV അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഇരിക്കണമെങ്കിൽ അതിൻ്റെ ബാക്കൊന്ന് പൊളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് അങ്ങ് അയച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിന് കുറേ കോയിലുകൾ കിട്ടും. നമുക്ക് അത്ര അധികം ആവശ്യം വരുന്നില്ല, ചെറിയൊരു കഷ്ണം. അതുപോലെ നമ്മൾ നിർമ്മിക്കുമ്പോൾ നമ്മൾ വേറെ ബോർഡോ ഇതൊന്നും വെക്കാതെ ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു പാകത്തിലാണ് നമ്മൾ നിർമ്മിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു PC ബോർഡും ഇതുപോലെ വാങ്ങാനായിട്ട് കിട്ടും. ഇതൊരു 30-35 ആ ഒരു റേറ്റാണ് വരുന്നത്. ഇത് ഇത്ര ഒരു സൈസാണ് വരുന്നത്. ഇങ്ങനൊരു സൈസിൽ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും, കടയിൽ നിന്ന് വാങ്ങുമ്പോൾ വാങ്ങാൻ കിട്ടും. അതേപോലെ പിന്നെ നമുക്ക് ആവശ്യം വരുന്നത് ചെറിയൊരു വയറിൻ്റെ ഒരു കഷ്ണം വരുന്നുണ്ട്, അത് നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ. അതുപോലെ പിന്നെ ഇത് സോൾഡർ ചെയ്യാനായിട്ടുള്ള ഒരു സോൾഡറിങ് മെഷീനും, അതുപോലെ അതിൻ്റെ ലെഡും പേസ്റ്റൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യണുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസിസ്റ്റർ എടുക്കുക. ട്രാൻസിസ്റ്റർ എടുക്കുമ്പോൾ അതിൻ്റെ പേര് കാണുന്നൊരു ഭാഗമുണ്ട്, ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗം, അത് നമ്മൾ നേർക്കായിട്ട് പിടിക്കുക. എന്നിട്ട് ഈ റൈറ്റിലും ലെഫ്റ്റിലും കാലും 2 സൈഡിലേക്ക് അങ്ങ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വളച്ച് വയ്ക്കുക. അങ്ങനെ 3 ട്രാൻസിസ്റ്ററിന് അതുപോലെ തന്നെ ചെയ്യാം. സൈഡിൽ മാറ്റി കൊടുക്കുക. അതേപോലെ തന്നെ ഈ സൈഡിലും വെച്ചിട്ട് സൈഡിൽ മാറ്റി കൊടുക്കുക. അങ്ങനെ നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും ലെക്കുകൾ സൈഡിലേക്ക് ഇങ്ങനെ നമ്മൾ മടക്കി വെച്ചു. അപ്പോൾ ഇത് എമിറ്റർ, ഇത് ബേസ്, ഇത് കളക്ടറാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് ഭാഗം നേരെ പിന്നിലോട്ട് അങ്ങ് വളച്ച് വയ്ക്കുക. പിന്നിലോട്ട് വളച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതേപോലെ ബാക്കി 2 കൂടി അങ്ങ് ചെയ്യാം. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെച്ച ട്രാൻസിസ്റ്റർ ഉണ്ടല്ലോ, അതുമേലേക്ക് നമ്മൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ സെൻറ്റർ ഭാഗം ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ ഭാഗത്തേക്ക് ഈ ഒരു ബേസ് തമ്മിൽ സോൾഡർ ചെയ്ത് കൊടുക്കണം. അതേപോലെ ഇതിൻ്റെയും ബേസ് ഇതുമേലേക്ക് നമ്മളങ്ങ് വെച്ച് സോൾഡർ ചെയ്ത് കൊടുക്കണം. അതേപോലെ ഈ 2 ഭാഗം ഇതങ്ങ് സോൾഡർ ചെയ്ത് കൊടുക്കണം. നമ്മൾ രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ സെൻറ്റർ ഇതിലേക്കും, അതേപോലെ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് മൂന്നാമത്തെ അതിൻ്റെ സെൻറ്ററും ഇതൊക്കെ നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. അതേപോലെ ഈ ഫസ്റ്റത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ഈ ലെഫ്റ്റിലത്തെ ലെഗ് ഉണ്ടല്ലോ, അത് രണ്ടാമത്തെ ആയിട്ട് ജോയിൻ ചെയ്യണം. ബാക്കി വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഇവിടെ നമ്മൾ ചെയ്തിട്ട് ബാക്കി വരുന്നതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അതുപോലെ ഇത് രണ്ടും തമ്മിൽ അങ്ങ് ജോയിൻ ചെയ്തിട്ട് ബാക്കി അങ്ങ് കട്ട് ചെയ്ത് കളയാം. നമ്മൾ ഈ ഒരു ഭാഗം സോൾഡർ ചെയ്ത് കഴിഞ്ഞ് ബാക്കി വരുന്നത് കട്ട് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് മൂന്നാമത്തെ എൻ്റെ കാല് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് വളച്ച് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഭാഗത്തേക്ക് LED നെഗറ്റീവ് ഉണ്ടല്ലോ, ഇതാണ് പോസിറ്റീവ്, ഇതാണ് നെഗറ്റീവ്. ഒരു LED നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അതിൻ്റെ ഈ നെഗറ്റീവിൻ്റെ ഈ ഒരു കാലുണ്ടല്ലോ, അത് നമ്മൾ ഇവിടേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കണം. ഇത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ LED ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കഷ്ണം വയറെടുത്ത് ഇവിടുന്ന് ഇവിടേക്ക് ജമ്പ് ചെയ്ത് കൊടുക്കുക. ഒരറ്റ ഇവിടെയും ഈ വയറിൻ്റെ മറ്റേ അറ്റം ഇവിടേക്കും നമ്മളൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക, സോൾഡർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ വയർ ജമ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു റെസിസ്റ്റർ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണക്ടർ എടുത്തിട്ട് അതിൻ്റെ നെഗറ്റീവ് ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്തേക്ക് അങ്ങ് സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇത് മാത്രം ഡയറക്റ്റ് അങ്ങ് സോൾഡർ ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും സ്വിച്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വിച്ചിൻ്റെ ഒരറ്റം ഇതും വിളിക്കും,
ഒരറ്റം ഈ ഒരു സൈഡിലേക്കും ഒരറ്റം ഈ ഒരു സൈഡിലേക്കും കണക്ട് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് സ്വിച്ച് വെച്ച് കൊടുക്കാം. സ്വിച്ച് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് അങ്ങ് ഇതിലേക്കങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കാം. സ്വിച്ച് വെക്കുന്നതാണ് സേഫ്, കാരണം നമ്മളെപ്പോഴും മറന്നു പോയി വരാം. അപ്പോൾ എപ്പോഴും ഇതിങ്ങനെ ഓണായി കിടന്നു കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്ററൊക്കെ ഇങ്ങനെ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പരമാവധി നിങ്ങൾ വെക്കുമ്പോൾ സ്വിച്ച് എന്തായാലും വെച്ചിട്ട് വർക്ക് ചെയ്യിക്കുക. ഞാനിവിടെ സ്വിച്ച് ഇല്ലാതാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ വെക്കുമ്പോൾ എന്തായാലും സ്വിച്ച് വെക്കുക. ബാക്കി ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയാൻ പോവാണ്. അങ്ങനെ അതൊക്കെ നമ്മൾ HS വന്നത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നമ്മൾ കോയിൽ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഇത് നമുക്കൊന്ന് ചുറ്റിയെടുക്കണം. ഇനി ചുറ്റിയെടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു പാനയുടെ ഒരു റീഫിൽ എടുത്തു. ഈ റീഫിൽ വേണ്ടി ചുറ്റുന്നത്. അപ്പോൾ ആദ്യം ഒരറ്റം ഇതുമങ്ങ് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്ത് ഇനി അങ്ങ് ചുറ്റാം. നമ്മൾ ചുറ്റിക്കഴിഞ്ഞു. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഇത്ര ചുറ്റണം എന്നൊന്നുമില്ല. ഏകദേശം ഞാൻ കുറച്ച് എടുത്തു. ഏകദേശം ഒരു 1.5 ഇഞ്ച് സൈസിലാണ് നീളം വരുന്ന രീതിയിലാണ് ഞാൻ ചുറ്റിയെടുത്തിരിക്കുന്നത്. ചുറ്റിയെടുത്ത് ബാക്കി വരുന്നത് അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ നോക്കണ്ട, ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഈ ഒരു സൈഡിലെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ഒരു കത്രിക വെച്ചിട്ട് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ഉരച്ച് കളയാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലാമ്പെങ്ങാനും വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇൻസുലേഷൻ ഒന്ന് പൊക്കോളും. നമ്മൾ ഈ കോയിൽ ചുറ്റി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇങ്ങോട്ടങ്ങ് സോൾഡർ ചെയ്ത് കൊടുക്കുക. അതോടുകൂടി എല്ലാ കണക്ഷനും കഴിഞ്ഞു. ഇതിൽ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അത് ഈ ബസർ വെക്കുന്നതാണ്. ബസർ ആവശ്യമുള്ളവർക്ക് മാത്രം വെച്ചാൽ മതി, ഇല്ലെങ്കിൽ ബൾബ് മാത്രം മതിയവർക്ക് ബൾബ് മാത്രം മതി. കാരണം ചെറിയ ബസർ എല്ലായിടത്തും കിട്ടിയെന്ന് വരില്ല. ഇത് ചെറിയ ടൈപ്പാണ്. പൊതുവേ നല്ല ഒരു ഇത്ര പോകുന്നൊരു സൈസുള്ളതാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇത് വെക്കാനായിട്ട് ഇതിലും ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ LED പോസിറ്റീവ് നോക്കിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ബസറും കൂടി അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബസർ നമ്മൾ കറക്റ്റ് LED പോസിറ്റീവിലേക്ക് ബസറിൻ്റെ പോസിറ്റീവ് അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി അങ്ങ് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതിൽ വോൾട്ടേജ് ഉണ്ടോ എന്ന് നമുക്കങ്ങനെ നോക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വയറോ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ വയറിൻ്റെ ഉള്ളിൽ കൂടെ കണക്ഷൻ കറക്റ്റ് പോകുന്നുണ്ടോ എന്ന് നമുക്കങ്ങനെ നോക്കാം. എടുത്ത് കൂടെ കൊണ്ടുപോകുമ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ കറക്റ്റായിട്ട് കറണ്ട് പോകുന്നുണ്ട്, വോൾട്ടേജ് പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും കട്ടിങ് വന്നിട്ടുണ്ട്, ഇവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ ഒരു അറ്റത്തെത്തുമ്പോൾ തുടങ്ങി അത് വർക്ക് ആവാതിരിക്കും, പിന്നെ ഇങ്ങോട്ടൊന്നും കാണിക്കാതിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഭാഗത്ത് കണക്ഷൻ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം നോക്കി അങ്ങ് കട്ട് ചെയ്തിട്ട് അങ്ങ് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നമുക്കത് ശരിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ നോൺ കോണ്ടാക്റ്റ് ആയിട്ട് ഒരു വോൾട്ടേജ് ടെസ്റ്ററിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെ ടെക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഇതങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.